മഴയെ ഒന്ന് കരുതിയിരിക്കുക. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുമെന്നാണ് അറിയിപ്പ്. അലേർട്ടുകൾ എങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത് എന്ന് നോക്കാം. 7 ജില്ലകളിൽ നൽകിയിരിക്കുന്നത് യെല്ലോ അലേർട്ടാണ്. ഏതൊക്കെ ജില്ലകളാണ് എന്ന് നോക്കിയാൽ ദാ കണ്ടോ, തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം ഇത്രയും ജില്ലകളിലാണ് ഇന്ന് യെല്ലോ അലേർട്ട് നൽകിയിരിക്കുന്നത്. തെക്കൻ കേരളത്തിലോട്ടാണ് അലേർട്ടുകൾ നൽകിയിരിക്കുന്നത്. അവിടേക്ക് മഴ ശക്തമാകുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത്. മറ്റിടങ്ങളിലോട്ട് അലേർട്ടുകൾ നൽകിയിട്ടില്ല. പക്ഷേ പലയിടങ്ങളിലും പല ജില്ലകളിലും ഒറ്റപ്പെട്ടതായിട്ട് ശക്തമായിട്ടുള്ള മഴ പലയിടത്തും പെയ്യുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഈ കോഴിക്കോട് മേഖലയിലെ കാര്യമൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ മഴയൊന്ന് കരുതിയിരിക്കുക. കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ആ തരത്തിലുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങളൊക്കെ വരികയാണ് എന്നുണ്ടെങ്കിൽ അതൊക്കെ കൃത്യമായി തന്നെ പാലിക്കുക തന്നെ വേണം. മറ്റന്നാളോടുകൂടി ബംഗാൾ ഉൾക്കടലിൽ ചുഴലിക്കാറ്റ് രൂപപ്പെടാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയുള്ള വിവരങ്ങൾ കൂടി വരുന്നുണ്ട്. അപ്പോൾ മഴയെ കരുതിയിരിക്കുക. ഈ ശക്തമായ ഇടിമിന്നലോട് കൂടിയ മഴയായിരിക്കും ഉണ്ടാവുക. ബുധനാഴ്ച വരെ മഴ സജീവമാകാനാണ് സാധ്യത. തെക്കുകിഴക്കൻ ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെടും. ഇതിന്റെ ഭാഗമായി തമിഴ്നാട്ടിലെ വിവിധ ഇടങ്ങളിലും ശക്തമായ മഴ തുടരുന്നുണ്ട്. തെക്കൻ തമിഴ്നാട്ടിലെ സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ ഈ കേരള തമിഴ്നാട് തീരത്ത് മത്സ്യബന്ധനത്തിനും വിലക്കുണ്ട്. കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങളൊക്കെ നമുക്കൊന്ന് നോക്കാം. ജിബിൻ ജേബി നമ്മളോടൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ജിബിൻ, ഗുഡ് മോർണിംഗ്. കാലാവസ്ഥ, മഴ, അതിന്റെ വലിയ രീതിയിലുള്ള മുന്നറിയിപ്പുകളൊക്കെ പലയിടത്തുമുണ്ട്. കേരള തീരത്തൊക്കെ മത്സ്യബന്ധനത്തിൽ വിലക്ക് ഏർപ്പെടുത്തുന്നു. അങ്ങോട്ടേക്ക് നോക്കിയാൽ തമിഴ്നാട്ടിൽ പലയിടത്തും കനത്ത മഴയുണ്ടല്ലേ. എത്രത്തോളം കരുതിയിരിക്കണം മഴയെ? പൂജ തന്നെയാണ്. ഈ തമിഴ്നാട്ടിൽ കന്യാകുമാരിക്ക് മുകളിലായി ഒരു ചക്രവാത ചുഴി രൂപപ്പെട്ടിട്ടുണ്ട്. ഈ ചക്രവാത ചുഴിയാണ് ഇന്നത്തോടു കൂടി അതിതീവ്ര ന്യൂനമർദ്ദമായി മാറാനുള്ള ഒരു സാധ്യത കണക്കാക്കപ്പെടുന്നത്. അങ്ങനെ അതിതീവ്ര ന്യൂനമർദ്ദമായി മാറിക്കഴിഞ്ഞാൽ വരുന്ന 48 മണിക്കൂറിനുള്ളിൽ അതൊരു ചുഴലിക്കാറ്റായി മാറാനുള്ള സാധ്യത കൂടി കണക്കാക്കപ്പെടുന്നു. അതുകൊണ്ട് തന്നെയാണ് തെക്കൻ കേരളത്തിൽ അതിശക്തമായ മഴ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം, കൊല്ലം ജില്ലകൾക്കായിരുന്നു ഓറഞ്ച് അലർട്ട്. പക്ഷേ ഇന്ന് തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ജില്ലകളിൽ യെല്ലോ അലർട്ടാണ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. അതായത് ഈ തമിഴ്നാട്ടിൽ രൂപപ്പെടാൻ സാധ്യതയുള്ള ചക്രവാത ചുഴി കാരണമാണ് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു മഴ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ മാത്രമല്ല തമിഴ്നാട്ടിലും വലിയ രീതിയിലുള്ള ജാഗ്രതാ നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ തിരുവനന്തപുരത്തെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസം പുലർച്ചെ ആരംഭിച്ച മഴ ഇന്ന് പുലർച്ചയോട് കൂടിയാണ് പല സ്ഥലങ്ങളിലും മഴയ്ക്കൊരു ശമനമുണ്ടായത്. പ്രത്യേകിച്ച് തിരുവനന്തപുരത്തിന്റെ എല്ലാ മേഖലകളിലും ഒരേ കണക്കിന് മഴ പെയ്യുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം മലയോര മേഖലയിലും തീരദേശ മേഖലയിലും നഗരമേഖലയിലെല്ലാം അതിശക്തമായ മഴയാണ് കഴിഞ്ഞ ദിവസം ലഭിച്ചത്. തിരുവനന്തപുരത്ത് ഏറ്റവും അധികം മഴ ലഭിച്ചത് ചാക്ക ഭാഗങ്ങളിലും പൊന്മുടി ഭാഗങ്ങളിലുമാണ്. അതായത് നഗരമേഖലകളിലും മലയോര മേഖലയിലും ഒരേപോലെ മഴ ലഭിച്ചു എന്നതിൻ്റെ തെളിവാണ് കഴിഞ്ഞ ദിവസം രാത്രിയോടുകൂടി കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് പുറത്തുവിട്ട കണക്കുകളിൽ നിന്ന് പറയുന്നത്. ഇന്നും അതിശക്തമായ മഴ തന്നെ ഈ പ്രദേശങ്ങളിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. തിരുവനന്തപുരത്ത് നിന്നോ ഈ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ള ജില്ലകളിൽ നിന്ന് മത്സ്യബന്ധനത്തിന് തൊഴിലാളികൾ പോകരുതെന്നുള്ളൊരു വിലക്ക് കൂടി നൽകിയിട്ടുണ്ട്. ശനിയാഴ്ച വൈകുന്നേരത്തോടു കൂടിയാണ് ഇത്തരത്തിലുള്ള ഒരു മുന്നറിയിപ്പ് നൽകിയത്. അന്ന് മുതൽ മത്സ്യത്തൊഴിലാളികൾ കടലിലേക്ക് പോകാൻ പാടില്ല. പോയിട്ടുള്ള മത്സ്യത്തൊഴിലാളികൾ അതിവേഗം തന്നെ തിരികെ വരണമെന്നുള്ളൊരു മുന്നറിയിപ്പ് കൂടി നൽകിയിട്ടുണ്ട്. കാരണം ഈ കന്യാകുമാരി കടലിന് മുകളിൽ ഒരു ചക്രവാത ചുഴി രൂപപ്പെടാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ രൂപപ്പെട്ട് കഴിഞ്ഞാൽ അത് 48 മണിക്കൂറിനുള്ളിൽ ചുഴലിക്കാറ്റ് ആങ്ങി വീശാനുള്ള ഒരു സാധ്യത കൂടി കണക്കാക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ മത്സ്യബന്ധനത്തിനായി കടലിൽ പോയിരിക്കുന്ന മത്സ്യത്തൊഴിലാളികൾ കൂടി എത്രയും വേഗം തിരിച്ചെത്തണമെന്നുള്ള ഒരു മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള നടപടികൾ, ജാഗ്രതാ നിർദ്ദേശങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേരള തീരത്തായിട്ട്. അപ്പോൾ